ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡിന്നറിന് എന്ത് കഴിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു എൻ്റെ ഫേവറേറ്റിലായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. എൻ്റെ വെയിറ്റ് ലോസിന് ഒത്തിരി സഹായിച്ച ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഞാനിതണക്ക് ഇടയ്ക്ക് ഷുഗർ ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് എനിക്ക് ഇച്ചിരി ഷുഗറൊക്കെ കഴിക്കണമെന്ന് തോന്നിയായിരുന്നു. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റാഗി ബനാന പാൻകേക്കാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. കാര്യം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഷുഗർ ചേർക്കാതാണല്ലോ നമ്മൾ എല്ലാ ഐറ്റംസും കഴിക്കുന്നതൊക്കെ. അപ്പോൾ വല്ലപ്പോഴും നമുക്ക് ഇതനക്ക് മധുരം കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങളെ ഒത്തിരി സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഞാനൊരു റോബസ്റ്റ പഴം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട, പിന്നെ അതുപോലെ തന്നെ ഒരു 3 വലിയ ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ഗ്ലാസ് പാലൊക്കെ കുറച്ച് അളവിൽ ചേർത്താൽ മതി കേട്ടോ. ഓവർ ലൂസ് മാവ് വേണ്ട, കുറച്ച് തിക്കായിട്ട് നമുക്ക് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് അരച്ചെടുക്കണം. പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഈ മധുരമൊക്കെ ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടി. പിന്നെ ഒരു 3 ടീസ്പൂൺ നമ്മുടെ ശർക്കരപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര നമുക്കറിയാലോ, അയൺ കണ്ടൻ്റൊക്കെ നമുക്ക് കിട്ടും. റാഗി പിന്നെ പറയാൻ വേണ്ട, ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഐറ്റം കൂടാണ്. കാര്യം അനീമിക്കും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ റാഗി ചേർത്തുള്ള ഐറ്റംസിലൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഹീമോഗ്ലോബിൻ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. പിന്നെ ഹൈ ഫൈബറാണ്, ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫുഡാണ്. ഹൈ ഫൈബർ ആയതുകൊണ്ട് തന്നെ ഡൈജഷൻ എല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ പാൻകേക്ക് ഉണ്ടാക്കാനായിട്ടൊരു ദോശ കല്ലിനകത്തോട്ട് കുറേശ്ശെ കുട്ടി പാൻകേക്കാണ് ഉണ്ടാക്കുന്നത്. അതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലത്. അപ്പം ഞാൻ കുറച്ച് ഗീ ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഇച്ചിരി ഗീയുടെ മണങ്ങളൊക്കെ ഇതിനകത്തുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ വൈകുന്നേരത്ത് ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ബോഡി വെയിറ്റൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അത് അടിപൊളിയാണ്, കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ പുറത്ത് തേനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ, ഇപ്പം ഞാനിവിടെ കുറച്ച് കിവിയാണ് വെച്ച് കിവി ആയിട്ടാണ് ഇത് കഴിക്കുന്നത്. നമുക്ക് റേസിൻസോ എന്തെങ്കിലും വേണമെങ്കിലും ഇതിനകത്ത്, അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പൊന്നും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. കാര്യം വെയിറ്റ് ലോസ് അല്ലേ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ ഇനി എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം വെയിറ്റ് ലോസ് റെസിപ്പീസ് മസ്റ്റായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ ട്രൈ ചെയ്തതൊക്കെ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയാണെങ്കിൽ നമുക്ക് തേനൊക്കെ ഒഴിച്ച് കഴിക്കാം കേട്ടോ. ഷുഗർ സിറപ്പൊന്നും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ബായ്.